കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടിനെ സംബന്ധിക്കുന്ന റൂളുകളാണ് അവ. പിന്നെ മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ അമേരിക്കൻ അപ്രോച്ച് അനുസരിച്ചുള്ള റൂളുകളും പഠിച്ചു. അപ്പോൾ ഈ രണ്ട് റൂളും നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതനുസരിച്ച് ഫോളോ ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യനിൽ ജേണൽ എൻട്രി എഴുതാനേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റൂള് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു റൂള് മനഃപ്പാഠമാക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജേണൽ എൻട്രി എഴുതാൻ ശ്രമിക്കുക. സോ ഇവിടെ ഇല്ലസ്ട്രേഷൻ 1 കൊടുത്തിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിനായക് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10 lakh. അപ്പോൾ ഇവിടെ ഏതാ ബിസിനസ്, വിനായക് തന്റെ ബിസിനസ് 10 lakh കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, 10 lakh ക്യാഷ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബിസിനസ്സിലേക്ക് വരുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാഷ് ആണ് അല്ലെ, ബിസിനസ്സിലേക്ക് വരുന്ന എന്താണ്, ക്യാഷ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ട് ആണ്. അല്ലെ, നമുക്ക് ഇവിടെ പുതിയ റൂൾ ഫോളോ ചെയ്യുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. സോ ബിസിനസിന്റെ ക്യാഷ് എന്ന് പറയുന്നത് ആസ്തി കൂടുകയല്ല ചെയ്യുന്നത്, അസറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ വെച്ചാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുടക്കുന്നത് ക്യാപിറ്റലാണ്. സോ ക്യാപിറ്റൽ എന്നുള്ളതാണ് രണ്ടാമത്തെ അക്കൗണ്ട്. ക്യാപിറ്റൽ കൂടുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ എന്നുള്ളതാണ് ആദ്യത്തെ എൻട്രി. രണ്ടാമത് പറയുന്നത് ഡിപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ബാങ്കും ക്യാഷും ഉണ്ട്, രണ്ട് അക്കൗണ്ട് നമുക്ക് കിട്ടി. ഇനി ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണ്, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടുകയാണ് അല്ലെ, ക്യാഷ് ബാങ്കിലേക്ക് ഇടുമ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്കിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ആണ് നമ്മളെടുത്ത് ബാങ്കിലേക്ക് ഇടുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയുന്നതുകൊണ്ട് ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് ₹40,000 ഓൺ ക്രെഡിറ്റ്. 40,000 രൂപ മൂല്യമുള്ള ഗുഡ്സ് നമ്മൾ കടമായിട്ട് വാങ്ങി എന്നുള്ളതാണ്. സോ ഇവിടെ വരുന്ന അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആണ്. നമ്മൾ സാധനങ്ങൾ ഗുഡ്സ് വാങ്ങുമ്പോൾ അവിടെ വരുന്ന ഒരു അക്കൗണ്ട് ആണ് പർച്ചേസസ് അക്കൗണ്ട്. സോ ഇവിടെ എൻട്രി വരുന്നത് പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ്, ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റർ ആരുടെ അടുത്താണ് നമ്മൾ വാങ്ങിയത് ആ ക്രെഡിറ്ററിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ വാങ്ങിയ പേര് ഇവിടെ കൊടുത്തിട്ടില്ല. സോ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാണ് എൻട്രി വരിക. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ, പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ. ഓക്കെ, പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റർ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ആണ്, ലാബിലിറ്റി കൂടി 40,000 നമ്മൾ കൊടുക്കണമല്ലോ. സോ ക്രെഡിറ്റർ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി ബോട്ട് ഗുഡ്സ് ഫ്രം ലക്ഷ്മി, ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് ഓൺ ക്രെഡിറ്റ് ₹20,000. അപ്പൊ ഇവിടെ പേര് തന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ക്രെഡിറ്റ് തന്നെയാണ്. ഓക്കെ, സോ പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലക്ഷ്മി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള എൻട്രി. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് വിറ്റ് കഴിഞ്ഞാൽ എന്താണ്, ക്യാഷ് നമുക്ക് വരുവാണ് ചെയ്യുന്നത്, ബിസിനസ്സിലേക്ക് വരും. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന അസറ്റ് കൂടി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നുള്ളതാണ് അതിന്റെ എൻട്രി വരുന്നത്. സെയിൽസ് ഒരു ഇൻകം ആണ്, ഇൻകം കൂടി ക്രെഡിറ്റ് എന്നുള്ളതാണ് അതിന്റെ റോള് വരുന്നത്. സോൾഡ് ഗുഡ്സ് ടു വിനോദ്, വിനോദിന് നമ്മൾ കടമായിട്ട് കൊടുത്തു, സാധനങ്ങൾ വിറ്റു. സോ വിനോദ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ എന്നുള്ളതാണ് എൻട്രി വരുന്നത്. ബോട്ട് ഫർണിച്ചർ നമ്മൾ വാങ്ങി, ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്ന എന്താണ്, ഫർണിച്ചറാണ്. ഫർണിച്ചർ എന്ന അസറ്റ് വന്നു അല്ലെങ്കിൽ അസറ്റ് കൂടി. ഇനി നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ക്യാഷ് പോവുകയും ചെയ്യുന്നു. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് ഇതിന്റെ എൻട്രി വരുന്നത്. പെയ്ഡ് റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും, റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. റെന്റ് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടി ഡെബിറ്റ്. വേജസ് കൊടുത്തു കഴിഞ്ഞാൽ വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. റിസീവ്ഡ് കമ്മീഷൻ കിട്ടി, എന്തായിട്ട് ക്യാഷ് ആയിട്ടാണ് കിട്ടിയത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ എന്നുള്ളതാണ് ഇതിന്റെ എൻട്രി. നമുക്ക് ഈ ജേണൽ എൻട്രിയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ, ഈ ഒരു ചാപ്റ്ററിൽ ജേണൽ എൻട്രി അതുപോലെ തന്നെ ലെഡ്ജർ ആണ് വരുന്നത്. അപ്പം ഇതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ, എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ജേണൽ ആക്കുന്നത്, ആ ജേണൽ എങ്ങനെയാണ് ലെഡ്ജർ ആക്കുന്നത് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം, സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തത് എന്താണ് ജേണൽ എന്നുള്ളതാണ്. വാട്ട് യു മീൻ ബൈ ജേണൽ? ജേണൽ എന്ന് പറയുന്നത് എന്താണ്? ജേണൽ എന്ന് പറയുന്ന വേർഡ് ഫ്രഞ്ച് വേർഡാണ്, ജേർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. ജെർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഡേ, ദിവസം എന്നുള്ളതാണ്. സോ ഇതൊരു ഡെയിലി ബുക്കാണ്. ദിവസം തോറും ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് ജേണൽ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മറ്റൊരു പേരാണ്, നമുക്ക് ജെർ എന്ന് പറഞ്ഞ വേർഡ് ഡേ കിട്ടി, അപ്പൊ ഡേ ബുക്ക് എന്ന് പറഞ്ഞ വേർഡും പദവും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. സോ ജേണൽ ബുക്ക് ഈസ് ഓൾസോ കോൾഡ് ഡേ ബുക്ക്. അപ്പൊ അത് പഠിച്ചു വെക്കണം. ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ ജേണൽ തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻ, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ബുക്കാണ് ഡേ ബുക്ക്. അത് ക്രോണോളജിക്കലി ആണ് നമ്മൾ എൻട്രി ചെയ്യുക അല്ലെ, ഡേറ്റ് അനുസരിച്ച് ആണോ, ഇവിടെ ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ക്രോണോളജിക്കലി ആണ് നമ്മൾ അതിന്റെ ഓർഡർ തീരുമാനിക്കുന്നത്. ഓക്കെ,
ഇനി ഇതിനെ നമ്മൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിളിക്കുന്നു. ഓക്കെ, ജേണലിൽ നമ്മൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിളിക്കുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടൊരു ട്രാൻസാക്ഷൻ കിട്ടി നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? ജേണലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഓക്കെ, ഇവിടെ നമുക്ക് അതിന്റെ സ്പെസിഫിക് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഡേറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുക, പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എൻട്രി കാണിക്കുന്നു, പ്ലസ് നരേഷൻ കാണിക്കുക. നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ്. ട്രാൻസാക്ഷനെ സംബന്ധിക്കുന്ന ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് നരേഷൻ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത് അത് തന്നെ എടുത്ത് ബീയിങ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബീയിങ് ഇവർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ, ക്യാപിറ്റൽ കൊണ്ടുവരുന്നതാണെങ്കിൽ ബീയിങ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കൊടുക്കാം. സോ നരേഷൻ എപ്പോഴും ബീയിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ LF ആണ് വരുന്നത്. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഇത് കഴിഞ്ഞാൽ, ജേണൽ കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്കാണ് ലെഡ്ജർ ബുക്ക്. അപ്പൊ അവിടെ ഈ ഒരു അക്കൗണ്ട് ഏത് പേജ് നമ്പറിലാണ് ഉള്ളത്, ലെഡ്ജറിൽ ഏത് പേജ് നമ്പറിലാണ് ഉള്ളത് എന്ന് നമ്മൾ ഇവിടെ കാണിക്കണം. ഓക്കെ, ജേണലിൽ കാണിക്കണം. അപ്പോൾ ക്യാഷും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാഷും ക്യാപിറ്റലും ഏത് പേജ് നമ്പറിലാണ് ഉള്ളത് എന്നുള്ളത് ആണ് ലെഡ്ജറിൽ ഏത് പേജ് നമ്പറിലാണുള്ളത് എന്നാണ് LF സൂചിപ്പിക്കുന്നത്. പിന്നെ എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും, ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. സോ LF നമുക്കിവിടെ എഴുതാൻ ഉണ്ടാവില്ല. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, 2 എമൗണ്ടുകളും ആണ് നോർമലി നമ്മൾ ഒരു അക്കാഡമിക്കലി പഠിക്കുക. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇതിന്റെ എൻട്രി കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് ഇതിനെ കുറിച്ച് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ട്രാൻസാക്ഷൻ നേച്ചറും അനാലിസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളത്. ക്യാപിറ്റൽ, ഫസ്റ്റത്തെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ദ ഓണർ. അപ്പൊ ഇതെന്താണ്? ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. കാരണം വ്യക്തിഗതമാണ്. ആരാണോ ഈ ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓണറാണോ, അല്ലെ? അപ്പൊ അത് പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ടാണ്. അപ്പോൾ അതിന്റെ ഓണർ ക്യാഷ് ആയിട്ട് മാത്രമല്ല കൊണ്ടുവരിക, ഗുഡ്സ് ആയിട്ട് കൊണ്ടുവരാം, അസറ്റ് ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഈ ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ അപ്പോൾ അത് എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, അതുപോലെ തന്നെ ഗുഡ്സ് ഉണ്ടെങ്കിൽ ഗുഡ്സ് അക്കൗണ്ട് എന്നല്ല കൊടുക്കണ്ടേ, നിങ്ങൾ അതിന് പർച്ചേസ് എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പർച്ചേസ് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്, ഗുഡ്സ് അക്കൗണ്ട് അല്ല, പർച്ചേസ് അക്കൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റിന്റെ പേര് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. സോ അതാണ് കറക്റ്റ് എൻട്രി. സോ ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റിലാണ് വരിക, അത് പ്രത്യേകം ഓർത്ത് വെച്ചോളൂ. എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊക്കെ ഡെബിറ്റ് ചെയ്യും. ഇനി ക്യാപിറ്റൽ ആയിട്ടാണ് കൊണ്ടുവരുന്നെങ്കിൽ ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റിലാണ് വരിക. ഓക്കെ, ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യത്തില്ല. അടുത്ത ഡ്രോയിങ്സ്. ഓണർ തന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, പേഴ്സണൽ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി ബിസിനസിൽ നിന്നും എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ ഗുഡ്സോ അസറ്റോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് ഡ്രോയിങ്സ് എന്ന് വിളിക്കാൻ സാധിക്കുക. സോ അത് ക്യാപിറ്റൽ എന്നാണ് കുറയുക. ഡ്രോയിങ്സ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റലിന്റെ റൂളാണ് ഡ്രോയിങ്സിന് ബാധകമാവുക. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യാം, നമ്മൾ ഈ ക്യാപിറ്റലിൽ നിന്നാണ് എമൗണ്ട് കുറയാം. ഓക്കെ, ക്യാപിറ്റലിന്റെ എമൗണ്ട് കുറയും. ഡ്രോയിങ്സ് എമൗണ്ട് എടുക്കുമ്പോൾ ക്യാപിറ്റലിൽ നിന്നാണ് എമൗണ്ട് കുറയും. സോ അതിന് എൻട്രി വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്താണോ എടുത്തുകൊണ്ട് പോകുന്നത്, എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് വരും. ക്യാഷ് പിൻവലിക്കുകയാണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് വരും. ഇനി ഗുഡ്സ് ആണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് വരും. ഇങ്ങനെയാണ് അതിന്റെ എൻട്രി വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ റൂള് വരുന്നത് ഡ്രോയിങ്സ് നമ്മൾ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ കുറഞ്ഞു. ക്യാപിറ്റൽ കുറയുവാണല്ലോ, ഡ്രോയിങ്സ് എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ്, ക്യാപിറ്റലിൽ നിന്നാണ് പിൻവലിച്ചുകൊണ്ട് പോകുന്നത്. സോ ക്യാപിറ്റൽ കുറഞ്ഞു, ഡെബിറ്റ് എന്നുള്ളതാണ് ഇവിടെ റൂൾ വരുന്നത്. അടുത്ത ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് 2 രീതിയിലുണ്ട്. നമ്മൾ ഓൾറെഡി ആ ടേംസ് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാനുഫാക്ചറർ റീസെല്ലേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. അവർ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നീഡ് നോട്ട് ടു പാസ് എനി എൻട്രി ഇൻ ദിസ് കേസ്. ഇത് എവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും നമ്മളിത് കാണിക്കുന്നില്ല. കാരണം ഇതൊരു ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. ഇത് എന്താണ്, MRPനേക്കാളും കിഴിവ് കൊടുക്കുന്നതല്ലല്ലോ, മാനുഫാക്ചറർ തീരുമാനിക്കുന്ന ഒരു ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ അത് ബൾക്കായിട്ട് സാധനങ്ങൾ എന്താണ് വാങ്ങുമ്പോൾ റീസെല്ലേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എവിടെയും ഈ ഒരു എൻട്രി എവിടെയും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഒരു കേസല്ല ഇവിടെ ക്യാഷ് ഡിസ്കൗണ്ടിൽ വരിക. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബിസിനസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്കൊരു പെർസെൻറ്റേജിലോ അല്ലെങ്കിൽ
എത്ര എമൗണ്ടോ, ഇപ്പോൾ 1000 രൂപയുടെ സാധനം മേടിച്ചു, 950 ബിസിനസ് വാങ്ങിയിട്ടില്ലെങ്കിൽ 50 രൂപയാണ് കസ്റ്റമേഴ്സിന് കൊടുത്ത ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ അത് ബില്ലിംഗ് പോയിന്റിലാണ് ആ ഒരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുക. അപ്പോൾ അതിന്റെ വരുന്നത് ക്യാഷ് കിട്ടണം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തതാണ്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാണോ മേടിച്ചുകൊണ്ട് പോയ അവരുടെ അക്കൗണ്ട്. ഇങ്ങനെയാണ് അതിന്റെ എൻട്രി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്യാഷ് നമുക്ക് കിട്ടി, ക്യാഷ് ആ വ്യക്തി തന്നു. അപ്പൊ ആ വ്യക്തി നമുക്ക് ക്യാഷ് തരുമ്പോൾ എൻട്രി എങ്ങനെയാ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആ പേഴ്സന്റെ പേര്, അക്കൗണ്ട്, ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മളിവിടെ ഡിസ്കൗണ്ട് കൊടുക്കണം. ഡിസ്കൗണ്ട് ബിസിനസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കുക, ലോസ് ആയിട്ട് കാണിക്കുക. ഓക്കെ, 1000 രൂപയുടെ സാധനം നമ്മളൊരു 950 കൊടുക്കുമ്പോൾ 50 രൂപ നമുക്ക് നഷ്ടമാണല്ലോ. സോ ആ നഷ്ടം കാണിക്കാനാണ് നമ്മൾ ഡിസ്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്ത് വെക്കാം. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. അടുത്ത ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം, അതായത് അൺറിക്കവറബിൾ പോർഷൻ ഓഫ് ദ ഡെപ്റ്റേഴ്സ്. ഇപ്പൊ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ ഉണ്ടാവുന്ന വ്യക്തികളാണ് ഡെപ്റ്റേഴ്സ്, അല്ലെ? കടമായിട്ട് നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തികളാണ് ഡെപ്റ്റേഴ്സ്. അപ്പൊ അങ്ങനെ ഈ ഡെപ്റ്റേഴ്സ് നമ്മളോട് പറയാണ് കുറച്ച് എമൗണ്ട് തരാൻ സാധിക്കത്തില്ല. ഇപ്പൊ ഒരു 10,000 രൂപ ഡെപ്റ്റേഴ്സ് നമുക്ക് തരാനുണ്ട്. അപ്പൊ അതിൽ ഒരു 9,000 രൂപ തരുള്ളൂ, ഒരു 1000 രൂപ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ തരില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇൻസോൾവൻസി, അതായത് പാപ്പരായിട്ട് അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ആ എണ്ണിപ്പറക്കി ഒരു 9,000 രൂപ അവരുടെ അടുത്ത് തരാനുണ്ടാവുള്ളൂ. അപ്പൊ കോടതിയൊക്കെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കൂല, കേട്ടിട്ടുണ്ടാവില്ല, പാപ്പരായിട്ട് പ്രഖ്യാപിക്കാം. അതല്ലെങ്കിൽ ഡിസോണസ്റ്റി, അവർ ചീറ്റ് ചെയ്ത് പോവാം, അത്രയും പേരുടെ തന്നിട്ട് അവര് ഓടിപ്പോവാം. അല്ലെങ്കിൽ അവര് ചീറ്റ് ചെയ്യാം, അവര് വിൽഫുള്ളി അവർ അത്രേ തരുള്ളൂ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാം ബിസിനസ്സിൽ. അപ്പൊ ചീറ്റിംഗ്, ഡിസോണസ്റ്റി ഒക്കെ വരാം. അപ്പോൾ നമുക്ക് കിട്ടാതെ കിടക്കുന്ന, അതായത് തരാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുണ്ട് പക്ഷെ കിട്ടാതെ കിടക്കുന്ന ആ എമൗണ്ടുകളെയാണ് നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് പറയാൻ സാധിക്കുക. കിട്ടാക്കടം. ഓക്കെ, അൺറിക്കവറബിൾ പോർഷൻ ഓഫ് ദ ഡെപ്റ്റേഴ്സ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലോസ് ആണ്, ലോസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്നുള്ളതാണ് എന്റെ എൻട്രി വരിക. ഓക്കെ, ഡെപ്റ്റർ അക്കൗണ്ട്, ബാഡ് ഡെപ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. എക്സ്പെൻസ് ലോസ് ഒക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ എമൗണ്ട് കുറയില്ലേ? ഇപ്പൊ 10,000 രൂപ തരാനുണ്ട്, അപ്പൊ ഇനി അവർ പറയാണ് 9,000 തരുള്ളൂ എന്ന് പറയുമ്പോൾ 1000 രൂപ നമുക്ക് കിട്ടില്ല. സോ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് കുറഞ്ഞില്ലേ? 10,000 9,000 കുറഞ്ഞു. സോ ഡെപ്റ്റർ എന്ന് പറയുന്നത് അസറ്റ് ആണ്, അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ്. ഇതാണ് അതിന്റെ റൂള് വരുന്നത്. ഓക്കെ, ഇനി ചിലപ്പോ ഒക്കെ അവർ പൈസ, ഡെപ്റ്റേഴ്സ് നമുക്ക് പൈസ തരാം, അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ചിലപ്പോൾ നമുക്ക് റിക്കവർ ചെയ്യാം. കിട്ടില്ല എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് തിരിച്ച് അവർ തരാക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ് എന്നുള്ളതാണ് എഴുതി വെക്കേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ നമുക്ക് ക്യാഷ് കിട്ടി, എന്തായിട്ട്? ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്നുള്ള പേര്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്നുള്ള ആ ഒരു അക്കൗണ്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എക്സ്പെൻസസ് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്, എക്സ്പെൻസസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.